ഹായ് ഗേസ്, നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോൺ എന്നറിയപ്പെടുന്ന 2 ദിവസം മുമ്പ് ലോഞ്ച് ചെയ്ത ഓപ്പോ ഫൈൻഡ് N5 എന്ന ഫോൾഡിംഗ് ഫോണിനെ പറ്റിയാണ്. ഈ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വൈകാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ, ഈ ഫോൺ ഒരു ഫോൾഡബിൾ ഫോണാണ്. ഈ ഫോൺ അൺഫോൾഡ് ചെയ്യുമ്പോൾ 4.21 മില്ലിമീറ്റർ മാത്രമാണ് തിക്നെസ് വരുന്നത്. ഈ ഫോൺ ഫോൾഡ് ചെയ്യുമ്പോൾ 8.93 മില്ലിമീറ്റർ മാത്രമാണ് തിക്നെസ് വരുന്നത്. ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു സാധാരണ ഫോണിന് അത്ര മാത്രമാണ് തിക്നെസ് വരുന്നത്. ഈ ഫോണിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 229 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ഈ ഫോണിൽ IPX6, IPX8, IPX9 റേറ്റിംഗ് വരുന്നുണ്ട്. ഇത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറാണ് വരുന്നത്. ഈ ഫോണിൽ കോസ്മിക് ബ്ലാക്ക്, മിസ്റ്റി വൈറ്റ് എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. നമുക്ക് ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ, മെയിൻ ഡിസ്പ്ലേ 8.12 ഇഞ്ച് വരുന്ന LTPO OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ സപ്പോർട്ടുണ്ട്. 2100 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 1400 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡും ഇതിൽ വരുന്നുണ്ട്. ഇനി കവർ ഡിസ്പ്ലേയിലേക്ക് പോവുകയാണെങ്കിൽ 6.62 ഇഞ്ച് വരുന്ന ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 1600 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് ഇതിൽ വരുന്നുണ്ട്. 2450 നിറ്റ്സിൻ്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ് ഇതിൽ വരുന്നത്. ഈ ഫോണിൽ 5600 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഇത്രയും സ്ലിമ്മായ ഫോണായിട്ടും ഈ ഫോണിൽ 5600 mAhൻ്റെ ബാറ്ററി വെച്ചിട്ടുണ്ട്. ഈ ഫോണിൽ 80 വാട്ടിൻ്റെ സൂപ്പർ വോക്ക് വൈഡ് ചാർജിങ്ങും 50 വാട്ടിൻ്റെ എയർ വോക്ക് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ, 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 50 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറയും 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിൽ ഇന്നർ ഡിസ്പ്ലേയിലും ഔട്ടർ ഡിസ്പ്ലേയിലും ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. ഈ 2 ഡിസ്പ്ലേയിലും 8 മെഗാ പിക്സലിൻ്റെയാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഈ ഫോൺ ColorOS 15 വരുന്നത്. ആൻഡ്രോയിഡ് 15 ആണ് വരുന്നത്. ഈ ഫോണിൽ ഏറ്റവും പവർഫുള്ളായ സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് വരുന്നത്. ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് നമുക്കിത് കിട്ടുന്നതാണ്. ഈ ഫോണിൽ LPDDR5X റാമും UFS 4.0 സ്റ്റോറേജ് വരുന്നത്. ഈ ഫോണിൽ Wi-Fi 7ഉം Bluetooth 5.4 വരുന്നുണ്ട്. NFC ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അവസാനമായി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുമ്പോൾ 1,61,000 അടുത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത്രയാണ് അന്നത്തെ വീഡിയോ. ഇനിയുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.